പത്തനംതിട്ട കോന്നിയിലെ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം നാളെ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ സംസ്കാരം നടക്കുക. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിലാണ് നവദമ്പതികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവൻ പൊലിഞ്ഞത്. 15 ദിവസത്തെ മാത്രം ദാമ്പത്തിക ജീവിതം, സന്തോഷം നിറഞ്ഞ ജീവിത നിമിഷങ്ങളെ മരണം വിഴുങ്ങിയപ്പോൾ കേരളം ആ വാർത്ത കേട്ടത് ഹൃദയഭേദകമായാണ്. നവദമ്പതികളായ നിഖിൽ മത്തായി, അനു നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ സംസ്കാരം. നവംബർ 30-ന് വിവാഹിതരായ നിഖിലും അനുവും മലേഷ്യയിൽ നിന്നും മധുവിധ് കഴിഞ്ഞു മടങ്ങുമ്പോഴാണ് ഇവരെ കൂട്ടാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയതായിരുന്നു ഇരുവരുടെയും പിതാക്കന്മാർ. മത്തായി ഈപ്പനും ബിജു ജോർജും മക്കളുമായി തിരികെ വരും വഴി മലശ്ശേരി വട്ടക്കുളഞ്ഞിയിലുള്ള വീടെത്താൻ 7 കിലോമീറ്റർ മാത്രം ശേഷിക്കെയായിരുന്നു അപകടം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മുറിഞ്ഞകല്ലിൽ വെച്ച് ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി ഇവർ സഞ്ചരിച്ച കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തുന്നതിനായി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ നിലവിൽ ഇടത്തിട്ടയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.